ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഫോട്ടോനെ നമുക്ക് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ മാറ്റാൻ സാധിക്കാം എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് കാണുന്നതാണ് ഈ ഒരു ടൈപ്പിലുള്ള കുറെ വീഡിയോസ്. Dear kids, believe in yourselves, dream big and work hard. ഈ ഒരു വീഡിയോസിനകത്തൊക്കെ അവര് പുറകിലൊരു ഓഡിയോ ഉണ്ട്. അതുമാത്രമല്ല, ജസ്റ്റ് ഒരു ഫോട്ടോയാണ്. ആ ഒരു ഫോട്ടോനെ സംസാരിക്കുന്ന രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമുക്കറിയാം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യമേ ഇമേജസ് ആവശ്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ റിയൽ ആയിട്ടുള്ള ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാർട്ടൂൺ സ്റ്റൈൽ പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു പിക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് lexica.artഉം അതേപോലെ തന്നെ leonardo.ai-യുമാണ്. ലെക്സിക്കയിലെ ഇമേജ് ടു ഇമേജ് ജനറേഷനിൽ ഞാൻ എൻ്റെ പിക്ചർ അപ്ലോഡ് ചെയ്തു. ഇവിടെ ഞാൻ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഇപ്പം ഇത് ഇൻ വാട്ടർ കളർ സ്റ്റൈലിൽ വന്നിരിക്കുന്നതാണ് ഈ 4 ഇമേജസ്. അതിന് തൊട്ട് താഴെ വന്നിരിക്കുന്നത് ഇൻ കാർട്ടൂൺ സ്റ്റൈലാണ്. ശരിക്കും പറയാലോ ഒട്ടും തന്നെ ഒരു മാച്ചിങ് അല്ലാത്ത രീതിയിലാണ് ഈ ഒരു കാർട്ടൂൺ സ്റ്റൈലിലെ ഇമേജ് ജനറേഷനൊക്കെ വന്നിരിക്കുന്നത്. ആസ് ആൻ ആനിമെ ക്യാരക്ടർ എന്ന് കൊടുത്തപ്പോൾ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റായ കിം ജോങ് ഉങ്ങിന്റെ ഒരു സ്റ്റൈലിലാണ് എനിക്കിത് വന്നതായിട്ട് തോന്നിയിരിക്കുന്നത്. ഒരു കൊറിയൻ ഫീൽ തോന്നി. ഇനി അടുത്തത് ഇൻ വാട്ടർ കളർ സ്റ്റൈൽ ആസ് എ റോബോട്ട് എന്ന് കൊടുത്തപ്പോൾ വന്നിരിക്കുന്നതാണ് ഈ ഒരു രീതി. ഇവിടെയൊക്കെ ഒരു കുറച്ച് റോബോട്ടിന്റെ ഫീൽ ഉണ്ട്, ഇവിടെയും ഉണ്ട്. അല്ലാതെ എനിക്ക് ഒട്ടും തന്നെ തോന്നുന്നില്ല ഒരു റോബോട്ടുമായിട്ട് ഒരു ചെറിയൊരു സാമ്യമുണ്ടെന്ന്. lexica.art ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഇമേജസിനകത്ത് ചിലതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി leonardo.ai ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പിക്ചേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. leonardo.ai-യുടെ ഒരു വീഡിയോ, ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. leonardo.ai ഉപയോഗിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പിക്ചേഴ്സും ഇതുപോലത്തെ ഓരോ പിക്ചേഴ്സും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഓഡിയോ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോയുടെ എല്ലാം പുറകിൽ ഒരു ഓഡിയോ ഉണ്ട്. ആ ഒരു ഓഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അതിനായിട്ടുള്ള സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. നിങ്ങൾക്ക് ChatGPT എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ChatGPTയുടെ ഫീച്ചേഴ്സും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് എന്തൊക്കെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 11 ലാബ്സ് യൂസ് ചെയ്യാവുന്നതാണ്. 11 ലാബ്സ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഓഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരു സൈറ്റാണ് 11 ലാബ്സ്. വേണമെന്നുണ്ടെങ്കിൽ 11 ലാബ്സ് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡും കാണിച്ചു തരുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. Dear kids, believe in yourself. സോ ഇതാണ് ആ ഒരു ഓഡിയോയുടെ ജസ്റ്റ് ഒരു തുടക്കം. നമുക്കത് ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഇമേജിനെ കൊടുത്തു കഴിഞ്ഞാൽ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നത് DID എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് ആണ്. അപ്പം DIDയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ വരാൻ പോകുന്നത് വീഡിയോ ലൈബ്രറിയിലോട്ടാണ്. ഇവിടെ നമുക്ക് 20 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി 2 ക്രെഡിറ്റ്സ് വേറൊരു വീഡിയോയ്ക്കായിട്ട് യൂസ് ചെയ്തു. അതുകൊണ്ടാണ് എനിക്കിവിടെ 18 ക്രെഡിറ്റ്സ് ആയിട്ട് കുറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്രെഡിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ പ്രൈസിങ്ങിൽ പോയിട്ട് നിങ്ങൾക്ക് പേ ചെയ്താൽ കൂടുതൽ ക്രെഡിറ്റ്സ് കിട്ടും. അതുവഴി കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഓൾറെഡി ഈ ഒരു ആഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെസ്സിയുടെ ആ ഒരു പിക്ചർ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിവിടെ ആ ഒരു പിക്ചർ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് HQ എന്ന് പറഞ്ഞുകൊണ്ട് 3 ഇമേജസ് കാണാൻ സാധിക്കും. ഈ ഒരു ഇമേജസിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതാ കിട്ടാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ടൊക്കെ സാധിക്കും.
അതേപോലെ തന്നെ റേഷ്യോ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. വെർട്ടിക്കൽ വേണോ, സ്ക്വയർ വേണോ, വൈഡ് വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു 2 ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു HQ എന്നിരിക്കുന്നതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ബാക്കിയുള്ളതിനകത്തൊന്നും ഈ ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. ഞാനിവിടെ മെസ്സിയുടെ ഒരു പിക്ചറാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ സ്ക്രിപ്റ്റ് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കന്നഡ എന്നത് വേണേലും ആകാം. നമുക്ക് ഇവിടെ ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ ഇത് 11 ലാബ്സ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 11 ലാബ്സിനകത്തെയും ഈ ഒരു കോട്ട തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ DADക്കകത്ത് തന്നെ നിങ്ങൾക്ക് ആ ഈ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് DADക്കകത്ത് തന്നെ ഒരു ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇംഗ്ലീഷാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വോയിസസ് ആയിട്ട് ജെന്നി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആ സ്റ്റൈല്, അസിസ്റ്റന്റ്, ചാറ്റ്, കസ്റ്റമർ സർവീസും അതുപോലത്തെ ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലാംഗ്വേജ് ഇപ്പോൾ നിങ്ങൾക്ക് മലയാളം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളം ഇന്ത്യ എന്ന് പറഞ്ഞു വരും. ഇതിനകത്ത് നമുക്ക് മിഥുനും ശോഭനയും മാത്രമാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റൈൽസ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഹിന്ദിയാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഹിന്ദി എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഹിന്ദി ഇന്ത്യ എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നതാണ്. തമിഴുണ്ട്, ഇനി വേണമെന്നുണ്ടെങ്കിൽ കന്നഡയുണ്ട്. അപ്പം ഇതുപോലത്തെ ഒരു കുറേ ലാംഗ്വേജസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഓഡിയോയുടെ സെക്ഷനിൽ വരുന്നു. 11 ലാബ്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഓഡിയോ ആണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അപ്ലോഡ് യുവർ ഓൺ വോയിസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ആ ഒരു ഓഡിയോ ഫയൽ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുകയാണ്. ഓഡിയോ ഫയൽ സെലക്ട് ചെയ്യുന്നു. ഇപ്പം ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. Dear kids, believe in yourselves, dream big and work hard. അപ്പം ഇതാണ് ആ ഒരു ഓഡിയോ. ഇനി അൺടൈറ്റിൽഡ് വീഡിയോ എന്ന ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് മെസ്സിസ് അഡ്വൈസ് എന്ന് ഞാനിവിടെ ജസ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പം ആ ഒരു വീഡിയോയ്ക്ക് അവിടെ പേരുമായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മെസ്സിനെയാണ്. ഓഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജനറേറ്റ് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ വീഡിയോയുടെ ലെങ്ത് കാണാൻ സാധിക്കും. 21 സെക്കൻഡ് ആണ്. വീഡിയോയുടെ നെയിം മെസ്സിസ് അഡ്വൈസ് ആണ്. ക്രെഡിറ്റ്സ് 2 ക്രെഡിറ്റ്സ് ആണ്. 18 ക്രെഡിറ്റ്സ് ലെഫ്റ്റ് ഉള്ളതിൽ നിന്നും 2 ക്രെഡിറ്റ്സ് ആണ് യൂസ് ചെയ്യാനായിട്ട് പോവുക. അതേപോലെ തന്നെ വാട്ടർമാർക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകാൻ പോകുന്നതായിരിക്കും. നമുക്ക് ജനറേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു 21 സെക്കൻഡ്സിന്റെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. Dear kids, സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് ഡൗൺലോഡ് കംപ്ലീറ്റഡ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. Dear kids, believe in yourselves, dream big and work hard. Success is not just about trophies, but the joy and passion you bring to what you do. Persevere through challenges, be kind. വളരെ റിയാലിറ്റി ആയിട്ട് തോന്നിക്കുന്ന ഒരു രീതിയിലാണ് ആ ഒരു മുഖം അനക്കുന്നതും വാ അനക്കുന്നതും ഒക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും DIDയുടെ ഒരു വാട്ടർമാർക്ക് ഇതിനകത്തുണ്ട്. ആ ഒരു വാട്ടർമാർക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു വാട്ടർമാർക്ക് പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുന്ന സ്റ്റൈല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മളിത് ഇവിടെ ഒരു റിയൽ ഇമേജ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ മെസ്സിയുടെ ഒരു റിയൽ ഇമേജ് ആകാം, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റിയൽ ഇമേജ് ആകാം. അപ്പം നമ്മുടെയൊക്കെ റിയൽ ഇമേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ റിയൽ ആയിട്ട് നമ്മൾ തന്നെ സംസാരിക്കുന്ന രീതിയിൽ ആക്കി കളയും. ഇത് AI ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ക്യാൻവയാണ്. ക്യാൻവയ്ക്കകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഫയൽ എക്സ്പ്ലോറിനകത്ത് നമ്മുടെ ഡൗൺലോഡ്സിനകത്ത് ആ ഒരു വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വീഡിയോയുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്.
റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഓൾട്ട് കീയും എൻ്ററും കൂടെയും ഒരുമിച്ച് പ്രസ് ചെയ്താലും നമുക്ക് പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽസിൽ വരിക. ഇവിടെ നമുക്ക് ഫ്രെയിം വിഡ്ത്തും ഫ്രെയിം ഹൈറ്റും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ 424x590 ആണ്, 590 പിക്സൽസ് ആണ് ഇതിൻ്റേത് വന്നിരിക്കുന്നത്. സോ ഈ ഒരു സെയിം സാധനം, അതായത് 490 ഇവിടെ ക്രിയേറ്റ് എ ഡിസൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കസ്റ്റം സൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 424x590 എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അതും പിക്സൽസ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു ഡിസൈനിലോട്ട് വരുന്നു. ഇതിനുശേഷം നമുക്കത് അപ്ലോഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ DADയിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ആ ഒരു ഇമേജും അതേപോലെ തന്നെ DADയിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു വീഡിയോയും നമുക്ക് ക്യാൻവയിലോട്ട് അപ്ലോഡ് ചെയ്യണം. ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇമേജിനെ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ എടുത്ത് നമുക്കൊന്ന് നമ്മുടെ ക്യാൻവാസിലോട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമുക്കവിടെ ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ എടുക്കാം. വീഡിയോനെയും സ്ട്രെയിറ്റ് കയറ്റി നമ്മുടെ ക്യാൻവാസിലോട്ടൊന്ന് വെക്കുക. ഞാൻ ഇവിടെ വീഡിയോ പോസ് ചെയ്യുകയാണ്. നമ്മൾ അതിനെ കയറ്റി ജസ്റ്റ് നമ്മുടെ ക്യാൻവാസിലോട്ടൊന്ന് സൂം ചെയ്ത് വെക്കുക. ഇനി ആ ഒരു DADയുടെ വാട്ടർമാർക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ആ ഒരു മെസ്സിയുടെ ആ ഒരു ജേഴ്സിയിലാണ്. അപ്പോൾ നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. സോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുമ്പോഴത്തേനും അവിടെ നിന്നും ആ ഒരു വാട്ടർമാർക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ DAD ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് വാട്ടർമാർക്ക് ഉണ്ട്. ആ ഒരു വാട്ടർമാർക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഉടുപ്പയിലാണ്. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഉടുപ്പയിൽ പ്രത്യേകിച്ച് ഒരു അനക്കമൊന്നും വരാൻ പോകുന്നില്ല. ആകെ ഫേസിൽ മാത്രമാണ് ആ ഒരു അനക്കമൊക്കെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുപ്പയിലുള്ള വാട്ടർമാർക്ക് നമ്മളുടെ റിയൽ ഇമേജ് ഉപയോഗിച്ച് നമ്മൾ കളയുകയാണ് ചെയ്തത്. ഇവിടെ പൊസിഷനിൽ പോയ ശേഷം ലെയറിൽ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ സാധിക്കും നമ്മൾ എന്താണ് അവിടെ ചെയ്തത് എന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. MP4 വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ വാട്ടർമാർക്ക് കളഞ്ഞ ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇമേജിനെ ടോക്ക് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ ആക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർട്ടൂൺ സ്റ്റൈലും അതേപോലെ തന്നെ AI അവതാറും മാത്രമല്ല ഇവൻ നമ്മളുടെ റിയൽ ഇമേജ് പോലും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾക്ക് ഫേസ്ലെസ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നല്ല ക്യാമറ ഗിയർ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു മൈക്കിന്റെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടും ഒക്കെ ചിലർക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇനി വേറൊരു കാര്യം, ഇവിടെ ഞാൻ മെസ്സിയുടെ പിക്ചറാണ് യൂസ് ചെയ്തത്. മെസ്സിയുടെ മാത്രമല്ല ഒരു അവതാർ ആകാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോ ആകാം. അപ്പോൾ അതുമെല്ലാം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് അതിനെ ഒരു വീഡിയോയുടെ രൂപത്തിലോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല DAD എന്ന് പറഞ്ഞ, അതായത് നമ്മളിപ്പോൾ ആ ഒരു ഫോട്ടോനെ കൺവേർട്ട് ചെയ്ത ആ ഒരു സൈറ്റിൽ നമ്മൾക്ക് പ്രസന്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസന്റേഴ്സ് യൂസ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഇതുപോലത്തെ കാർട്ടൂൺസ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും പോകേണ്ട ഒരു ആവശ്യം ഇല്ല. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.